ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 79ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ചുള്ള ഉപസംഗ്രഹ സെഷനുമാണിത്. 2 അധ്യായങ്ങളിലൂടെ അമ്മത്രേസ്യ പങ്കുവെക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു പോയ 23 സെഷന് കാണുകയുണ്ടായി. അതിൽ 24ാമത്തെ ഈ സെഷനോടുകൂടി നമ്മൾ മൂന്നാം സദനത്തിന്റെ വിചിന്തനം പൂർത്തിയാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കണ്ട കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ഓർമ്മയിലെടുത്ത് ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടെടുക്കാൻ നമുക്ക് പറ്റുന്നവർ പരിശ്രമിക്കാം. 2 അധ്യായങ്ങളാണ് അമ്മത്രേസ്യ മൂന്നാം സദനത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് അമ്മത്രേസ്യ നൽകിയിരിക്കുന്നത് ഭദ്രതയുടെ അഭാവവും ആപൽ ശങ്കയും എന്നുള്ളതാണ്. ഭദ്രതയുടെ അഭാവം അമ്മത്രേസ്യ പറയുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വചന അമ്മത്രേസ്യ ഉപയോഗിക്കുന്നത് സങ്കീർത്തനം 111:1 ഓർമ്മിക്കുന്നുണ്ട്. കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാൻ. വലിയ ഭാഗ്യത്തിന്റെ അവസ്ഥയിലേക്കാണ് നമ്മൾ മൂന്നാം സദനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക വഴി കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള വാസ്തവം തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെ ദൈവഭയത്തോടുകൂടെ നീങ്ങണം. ദൈവഭയത്തോടെ നീങ്ങുന്ന വ്യക്തിയാണ് ഭാഗ്യപ്പെട്ടവരായിട്ട് കലാശിക്കുക. അമ്മത്രേസ്യ പറയുകയാണ്. ഒരു വശത്ത് വലിയൊരു നേട്ടമാണിത്, ഇത്രയും കടന്നു വരാൻ സാധിച്ചത്. രക്ഷയുടെ ഉറപ്പുള്ള പാതയിൽ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മുന്നോട്ട് നമ്മൾ ഇതുപോലെ തന്നെ പോയാൽ രക്ഷയിൽ എത്തും. 7ാം സദനം നമുക്ക് സ്വന്തമാകും. തമ്പുരാനോട് ഒന്നായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. അമ്മത്രേസ്യ പറയുന്നുണ്ട്. ഭദ്രത അവിടെ ഉണ്ട്. പക്ഷെ ഭദ്രത എന്ന് പറയുമ്പോൾ നാം പുറംതിരിഞ്ഞോടാത്ത പക്ഷം എന്ന് അമ്മത്രേസ്യ എടുത്ത് പറയുകയാണ്. കാരണം ഇനിയും പുറത്തേക്ക് പോകാൻ എല്ലാ സാധ്യതയും ഉണ്ട്. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് പോകുന്ന ഉദാഹരണം നമ്മൾ പറഞ്ഞു വരുന്ന ഓർമ്മിക്കുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പാക്ക് ചെയ്ത് യാത്ര ആരംഭിച്ചു ധ്യാനകേന്ദ്രത്തിലേക്ക്, ധ്യാനത്തിന്റെ ബുക്കിംഗ് എടുത്തിട്ട് എന്ന് പറയുന്ന വലിയ കാര്യം 1ാം സദനം. 2ാമത്തേത് യാത്ര പൂർത്തീകരിച്ച് ധ്യാനകേന്ദ്രത്തിന്റെ പരിസരത്ത് കോമ്പൗണ്ടിൽ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാഗിയൊക്കെ എടുത്ത് വണ്ടി പൂട്ടി മാറ്റിയിട്ടിട്ട് ധ്യാനകേന്ദ്രത്തിന്റെ നടകൾ കയറി അല്ലെങ്കിൽ വാതില് കടന്ന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് 2ാമത്തെ സദനം. 3ാമത്തേത് ധ്യാനകേന്ദ്രത്തിന് അകത്ത് കയറി രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്ന് പേര് കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഫോണൊക്കെ ഓഫാക്കി സ്വിച്ച് ഓഫ് ആക്കി അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ബാഡ്ജ് വാങ്ങി ധരിക്കുന്നു. അങ്ങനെ നമ്മൾ ധ്യാനകേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒരു തീരുമാനം ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഇതാണ് 3ാം സദനം. നമ്മൾ വേറൊരു ഉദാഹരണം എടുക്കേണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും ഇത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ പോലും അങ്ങനെ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പറ്റുകയല്ല, ഞാൻ പോവുകയാണ്, ഞാൻ പിന്നെ വന്നോളാം എന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് പുറംതിരിഞ്ഞോടാത്ത പക്ഷം, പിന്തിരിയാത്ത പക്ഷം വലിയൊരു നേട്ടം തന്നെയാണ്. നമുക്ക് ധ്യാനകേന്ദ്രത്തിൽ വന്ന് രജിസ്ട്രേഷൻ നടത്താൻ സാധിച്ചു, അത് കയറാൻ പറ്റി എന്നുള്ളത്. ഇതാണ് അമ്മത്രേസ്യ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അമ്മത്രേസ്യ പറയാണ് ഇതൊരു ദുർഭഗ അവസ്ഥയാണ്. കാരണം ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ട്. അവിടെ ജീവിതത്തിൽ മുന്നേറുക എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് നീങ്ങുകയും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അമ്മത്രേസ്യ തന്റെ ആത്മീയ സാഹചര്യം പങ്കുവെച്ചതിലൂടെ പറയുകയാണ്. ഈ 3ാം സദനത്തിലേക്ക് എത്തിയ വ്യക്തിയുടെ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് 9 ലക്ഷണങ്ങൾ അമ്മത്രേസ്യ നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. 1, അവര് ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ നല്ല ശ്രദ്ധയുള്ളവരാണ്. 2, ലഘുപാപം പോലും ഒഴിവാക്കാൻ ജാഗ്രത അവർക്കുണ്ട്. 3, പ്രായശ്ചിത്തങ്ങൾ ചെയ്യാനുള്ള നല്ല ആവേശം തീക്ഷ്ണതയും ഉണ്ട്. 4, ധ്യാനാത്മകത കുറെ എല്ലാം അവർ എടുത്തിട്ടുണ്ട്. ധ്യാനിച്ചും വചനം ശ്രദ്ധിച്ചും നല്ല പുസ്തകങ്ങൾ വായിച്ചും ധ്യാനങ്ങൾ കൂടിയൊക്കെ അവർ സമയം ചെലവഴിക്കുന്നുണ്ട്. 5, മറ്റു സമയം അവർ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് അവർക്ക് ജാഗ്രതയുണ്ട്. വ്യർത്ഥമായ കാര്യങ്ങളൊന്നും അവർ പോകാറില്ല. 6, ഉപവിപ്രവർത്തികളിൽ അവർ അധികം ഏർപ്പെടാനായിട്ട് ശുശ്രൂഷ ജീവിതവും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ വ്യക്തിപരമായും ശുശ്രൂഷ കേന്ദ്രങ്ങളിലും ഇടവകയിലും ഒക്കെ അവർ ഏറ്റെടുക്കുന്നതിൽ വ്യാപരിക്കുന്നു. അങ്ങനെ സംസാരം അവർ നല്ല ശ്രദ്ധയുണ്ട്. വേണ്ടാത്ത വർത്തമാനം എല്ലാം ഒഴിവാക്കുന്നുണ്ട്. സംസാരത്തിൽ വീഴ്ച വരാതെ വസ്ത്രധാരണവും കാര്യങ്ങളും ഒക്കെ നല്ല ഒരു വിശുദ്ധിക്ക് ചേരുന്ന രീതിയിൽ, ആത്മീയ വ്യക്തികൾക്ക് ചേരുന്ന രീതിയിലാണ് വസ്ത്രധാരണവും ഭക്ഷണക്രമവും ടൈം ടേബിളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ 9ാമത്തേത്
അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിലെ, സമൂഹത്തിലെ, ജോലി സ്ഥലത്തെയൊക്കെ അവർ ചിട്ടയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്രമീകൃതമായ ഒരു ജീവിതാവസ്ഥയ്ക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥ മനോഹരമാണ്. മദ്രസ പറയുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ബഹുകാര്യ വ്യഗ്രത ഒഴിവാക്കാൻ ജാഗ്രത എടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ടും കൊള്ളാവുന്നതായിട്ടും നമുക്ക് ചുറ്റും കാണും. അതിൻ്റെ എല്ലാം പുറകെ പോയ കാര്യം നടക്കുകയില്ല. ഒരു മാത്രമേ ആവശ്യമുള്ള നല്ല ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കണം എന്നൊരു വശം മദ്രസ എടുത്ത് പറയുകയുണ്ടായി ഈ ഭാഗത്ത്. വീണ്ടും ധനിക യുവാവിൻ്റെ വിഷാദം കയറിപ്പിടിക്കാൻ നോക്കണം. എല്ലാം ഉപേക്ഷിക്കാൻ ഈശോ ആവശ്യപ്പെട്ടു. അവിടെ ഒരു വിഷാദം കടന്നു കയറി അങ്ങനെ തിരിച്ചു പോകാനിട വന്നു. അവിടെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒത്തിരി വലിയ കാര്യങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കരുത്. പത്രോസിന് ഉപേക്ഷിക്കാനുണ്ടായിരുന്നൊരു വള്ളവും വലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറുവശത്ത് കിട്ടാനായിട്ടുള്ള ഒരുപാട് വലിയ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ, മൊബൈൽ ഫോൺ ധ്യാനകേന്ദ്രത്തിന്റെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന പോലെ അതൊരു വലിയ ത്യാഗമാണ്, വലിയ നഷ്ടമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നു എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ വിഷാദത്തിലേക്കൊന്നും പോകരുത്. നമ്മുടെ ത്യാഗം വലുത് തന്നെയാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ത്യാഗം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചകത്തോട്ട് കയറ്റുന്നത്. നമുക്ക് വേണ്ടി ജനിക്കുന്ന ശുശ്രൂഷ എത്രയോ വലുതാണ്. അവിടുന്ന് മോചന ദ്രവ്യമായിട്ട് സ്വയം ബലി അർപ്പിച്ചുകൊണ്ട് നമ്മെ രക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സ്വർഗവാതിൽ തുറന്ന് കൃപാവരം നമുക്ക് വേണ്ടി നേടിയെടുത്ത് കാത്തു നിൽക്കുകയാണ്. അതിനെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ഒരുപാട് വലിയ ത്യാഗങ്ങളാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിൻ്റെ അങ്ങനെ രീതിയിൽ മടുപ്പിലേക്ക് പോകാൻ, ധനിക യുവാവിനെ പോലെ വിഷാദത്തിലേക്ക് പോകാൻ ഇട വരരുത് എന്ന് മദ്രസ പറയുകയാണ്. ആനന്ദാനുഭൂതിയും മറ്റ് ടേസ്റ്റ്, രുചിയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലത് തന്നെ. പക്ഷെ അതിൻ്റെ പുറകെ ഭാരപ്പെടേണ്ട. ആത്മീയ വരൾച്ച ഉണ്ടാകുന്നത് പോലും നഷ്ടമൊന്നുമല്ല. വരൾച്ച കണ്ട് പിന്തിരിയാതെ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ മദ്രസ 1-ാം അധ്യായത്തിൽ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരീക്ഷണങ്ങളും അവയുടെ സൽഫലങ്ങളും എന്നൊരു ഹെഡിങ്ങാണ് മദ്രസ ഈ അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. കർത്താവ് ചില പരീക്ഷകൾ അനുവദിക്കും. ഇത്രയും വരുന്ന ആൾക്കാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി, ആത്മീയമായ കൃപകൾ കിട്ടി, ആത്മീയ ചിട്ടകളിലേക്കൊക്കെ അവർ വന്നു, ശുശ്രൂഷ മേഖലയൊക്കെ ആഴപ്പെട്ട് വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതായ 9 സൽഫലങ്ങൾ, ലക്ഷണങ്ങളൊക്കെ അവരിൽ ആഴപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ ജീവിതാവസ്ഥ. ഇങ്ങനെ വരുന്നിടത്ത് ചില ചെറിയ പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കും. അവർക്ക് ദൈവം അനുവദിച്ച ചില സന്തോഷങ്ങൾ, ചില അവസരങ്ങൾ, ചില അംഗീകാരങ്ങൾ, ചില പ്രോത്സാഹനങ്ങൾ അല്പം ഒന്ന് പിൻവലിക്കുക എന്നുള്ളതായിരിക്കും പലപ്പോഴും ദൈവം ഈ ഒരവസരത്തിൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ വിജയിച്ച് കയറാൻ ജാഗ്രത എടുക്കണം. വിജയിച്ച് കയറാതെ പരാജയപ്പെട്ടു പോകാൻ ഇടവരുന്ന സാഹചര്യം നല്ലതുപോലെയുണ്ട്. ആ പരാജയത്തിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥയുടെ ചില ലക്ഷണങ്ങൾ മദ്രസ നന്നായിട്ട് പറയുന്നുണ്ട്. അല്പം പരീക്ഷണങ്ങളോ വരുമ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥത, വിഷാദം, പരാതി, പെറുപെറുപ്പ്, മുഖംപാട്ടം, അങ്ങനെ എല്ലാം വരുന്നു. അവരെ ഗുണദോഷിക്കാനും ഉപദേശിക്കാനും ഒന്നും അത്ര എളുപ്പമല്ല. ആശ്വാസം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ തന്നെ ഈ അവരുടെ അനുഭവത്തെക്കുറിച്ചുള്ള ന്യായങ്ങളും അതിൻ്റെ വാദഗതികളും യുക്തികളും എല്ലാമായിട്ട് നിൽക്കുകയാണ്. അവരെ ഗുണദോഷിക്കുന്നത്, ഉപദേശിക്കുന്നത് ഏതാണ്ട് നിഷ്പ്രയോജനം തന്നെയാണ്. അവർ എളിമയിലേക്ക് വരാൻ തയ്യാറാവണം എന്നുള്ളതാണ് അവർക്കുള്ള പാത മദ്രസ പറഞ്ഞു വെക്കുന്നത്. ഒന്നൊരു ഉദാഹരണം മദ്രസ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒരു ധനികന് ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ കുറച്ച് സാമ്പത്തിക നഷ്ടം വന്നു, കുറച്ച് പണനഷ്ടം എന്തൊക്കെയോ വന്നു. അതോടുകൂടി അങ്ങോട്ട് വല്ലാണ്ട് വിലാപവും പരാതിയും അസ്വസ്ഥതയുമാണ്. എന്ത് കഷ്ടമായിപ്പോയി, അങ്ങനെ ഇങ്ങനെ. അതേപ്പറ്റി ഇത്ര ന്യായവും പറയും. ഞാനിത് പുണ്യം ചെയ്യാനായിട്ട് പാപങ്ങൾ കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് പോകുന്നത്, പക്ഷെ ഇങ്ങനെ എല്ലാം വെറുതെ കൈ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥ ആത്മീയതയിൽ നമ്മൾ കാണിക്കുന്നു. വീണ്ടും പറയുകയാണ് വേറെ ഉദാഹരണം. ഇങ്ങനെയുള്ളവരെ അല്പമെങ്കിലും ആരെങ്കിലും ഒന്ന് അല്പമായിട്ടെങ്കിലും കുറ്റപ്പെടുത്താൻ ഇടവരുന്നല്ല, നിന്ദിക്കാൻ ഇടവന്നാൽ സംഗതി എല്ലാം വലിയ തകർച്ചയിലേക്ക് പോവുകയാണ്. അവർ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ട് തങ്ങളെ കുറ്റപ്പെടുത്തുന്നു, തങ്ങളെ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, മാറ്റിവെക്കുന്നു, അവഗണിക്കുന്നു, തങ്ങൾക്കുള്ള അവസരങ്ങൾ ഇത് തിരിച്ചെടുത്തിരിക്കുന്നു, ഇത് എന്ത് പരിപാടിയാ, അതിനെതിരെ അവർ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കും, പരാതികൾ പറയും, വല്ലാത്ത അസ്വസ്ഥപ്പെടും.
അവരതിൻ്റെ ന്യായങ്ങൾ പറയും. ഇത് അവരുടെ തെറ്റുകൊണ്ടാണ്, അവരുടെ കുറ്റം കൊണ്ടാണ്, അവരുടെ പക്ഷപാതം കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസ്വസ്ഥതയിലേക്ക് പോകുന്നു. നിസ്സാരമായി ഇവരെ പറ്റി ആരെങ്കിലും കുറ്റം പറയുകയോ നിന്ദിച്ചോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു ദൈവം അനുവദിക്കുന്ന പരീക്ഷയിൽ പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പം അങ്ങനെ പരീക്ഷയിൽ പരാജയപ്പെടാൻ പാടില്ലാത്തതാണ്. പക്ഷെ പരീക്ഷയിൽ അവരെ ഉദ്ദേശിക്കുന്ന പോലെ പിടിച്ച് കരുത്തോടെ കയറി വരാൻ സാധിച്ചില്ല എങ്കിൽ എളിമയോടെ അംഗീകരിക്കുക, ഞങ്ങൾ ഇത്രേ ആയിട്ടുള്ളൂ എന്ന്. എളിമ തന്നെയാണ് അവർക്കുള്ള അഭയസ്ഥാനം എന്ന മദ്രസ പറയുകയാണ്. വീണ്ടും അടുത്തൊരു കാര്യം പറയുന്നത്, മുന്നോട്ട് കയറി വരാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് തപശ്ചര്യകളും പ്രായശ്ചിത്ത പ്രവൃത്തികളും പ്രാർത്ഥനയുടെ ടൈം ടേബിളും എല്ലാം കാണും. പക്ഷെ അതെല്ലാം നമ്മുടെ തന്നെ ബുദ്ധിയും ബോധവും വിവേകവും ഉപയോഗിച്ച് വളരെ സൗകര്യപ്രദമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ആത്മീയ ചിട്ടയായിരിക്കും. അതൊരു അപകടമാണ് മദ്രസ പറയുകയാണ്. അത് വളരെ മന്ദഗതിയിലുള്ള ഒരു ആത്മീയ പുരോഗതിയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുക. ബസ് പറയുന്ന വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന യാത്ര 1 വർഷമായിട്ടും പൂർത്തിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വഴിയിലെല്ലാം അപ്പടി കാറ്റാണ്, മഴയാണ്, വഴി മോശമാണ്, കാലാവസ്ഥ ശരിയല്ല, നല്ല വണ്ടി ഇപ്പം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 8 ദിവസം കൊണ്ട് തീരേണ്ട യാത്ര 1 വർഷമായിട്ടും പകുതി വഴിയിലേ ആയിട്ടുള്ളൂ. അതിനെല്ലാം ന്യായങ്ങളും പറയാനുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ സഹകരണമില്ലായ്മയെക്കുറിച്ച്, സാഹചര്യങ്ങളുടെ മോശ അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ സാമ്പത്തികമായ മറ്റൊരു അത്യാവശ്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള പല പല ന്യായങ്ങളും വാദഗതികളും ഒക്കെ വെച്ചിട്ട് ഉത്കണ്ഠകളും ബന്ധപ്പാടുകളും ആശയങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ആത്മീയമായിട്ട് വളരാതെ ഇങ്ങനെ അവിഞ്ഞ് കിടക്കുന്ന അവസ്ഥ, തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ ഘട്ടത്തിൽ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് ആത്മജീവിതത്തിൽ വ്യാപരിക്കുന്നു, പക്ഷേ നമ്മൾ ഒട്ടും പുരോഗമിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ? നമ്മുടെ കുമ്പസാരത്തിൻ്റെ വിഷയങ്ങളെല്ലാം വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ചിട്ടകളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. കുറേ ഒന്ന് തീഷ്ണതയിലേക്ക് കത്തി ജ്വലിച്ച് കയറി ചിലപ്പം, പക്ഷെ പിന്നെ പുറകോട്ട് പോകും, പിന്നെ കയറും, പിന്നെ പുറകോട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഏതാണ്ട് ഒരേ പ്രദേശത്ത് തന്നെ ചുറ്റിപ്പറ്റി വട്ടം കറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകാതെ നമ്മൾ ഒരു പാളയം അടിച്ച് കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ഇതൊരു അപകടാവസ്ഥയാണ്. കർത്താവ് അനുവദിക്കുന്നതായ പരീക്ഷകൾ നമ്മൾ വിജയിക്കാതെ പിന്നെ റീ ചെയ്ത് കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. അതിനകത്തുനിന്ന് മറികടന്നു പോകാനുള്ള മാർഗം എന്താണ്? മദ്രസ പറയുകയാണ്, നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ഭക്തിമാധുര്യം, ആത്മീയ ആനന്ദം എന്നിങ്ങനെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകണ്ട. പക്ഷെ നമ്മുടെ കുറ്റം കൊണ്ടും ജാഗ്രതക്കുറവ് കൊണ്ടും ആഗ്രഹക്കുറവ് കൊണ്ടും പരിശ്രമക്കുറവ് കൊണ്ടും ഈ മന്ദഗതി കൊണ്ടും അത് കിട്ടാതെ പോകുന്നത് നമുക്കൊരു ക്ഷീണം തന്നെയാണ്. കാരണം അത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വളരെ ക്ഷീണമൊന്നുമില്ലാത്ത അവസ്ഥയിൽ മുന്നേറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് കിട്ടേണ്ടതാണ്. അത് നമ്മുടെ കുറ്റം കൊണ്ട് കിട്ടാതെ പോകുന്നുണ്ടോ എന്ന് ജാഗ്രത എടുക്കണം, പരിശോധിക്കണം. നമുക്ക് കുറ്റമൊന്നുമില്ല എന്നിട്ട് തമ്മിൽ തരാത്തതാണെങ്കിൽ തമ്മിൽ വേറെ വഴിക്കത് പരിഹരിച്ച് നമ്മളെ കൊണ്ടുപോയിക്കോളും എന്നൊരു ആശയം മദ്രസ പറയുന്നുണ്ട്. വീണ്ടും മുന്നേറാനുള്ള മാർഗം എന്താണ്? ഏതാനും കാര്യം മദ്രസ പറയുന്നത്, ഒരു ആത്മീയ പിതാവിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഒരു ആത്മീയ ആലോചന നമുക്ക് വേണം. അത് നമ്മുടെ ഇഷ്ടം പോലെ താല്പര്യം പോലെ നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്ന ആളെ അല്ല തപ്പേണ്ടത്. അല്ല, ആത്മപിതാവിനെ കിട്ടിക്കഴിയുമ്പോൾ ആത്മപിതാവ് നമ്മൾ ഉദ്ദേശിക്കുന്നവർ നമ്മൾ നയിക്കുന്നില്ല, നമുക്ക് ബോധ്യമാകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങേരെ മാറ്റി വെച്ചിട്ട് അങ്ങേരുടെ മറുതരിച്ചു പോകുന്ന ഒരു അപകടാവസ്ഥയുണ്ട്. അത് അരുത്. നമ്മൾ നല്ലപോലെ അറിയാവുന്ന ഒരാളിൻ്റെ പക്കലുള്ള എല്ലാം തുറന്നു വെച്ചിട്ട് ആ വ്യക്തിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പറഞ്ഞു. പിന്നെ എത്ര ദൃഢനിശ്ചയം നമ്മൾ എടുത്താൽ പോലും, ഇത്ര വളർന്നു എന്ന് കണ്ടാൽ പോലും നമ്മൾ അമിതമായ ഒരു ആത്മവിശ്വാസത്തിൽ പോകരുത്. എപ്പം വേണേലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം വന്ന് വീണ് പോയേക്കാം. പത്രോസ് ഈശോയ്ക്ക് നല്ല ഉറപ്പ് കൊടുത്തു, കാരാഗ്രഹത്തിലും പോകാനും മരിക്കാനും തയ്യാറാണ്. പക്ഷേ ചെറിയ പ്രലോഭനം ഉണ്ടായപ്പോഴത്തേക്കും വീണ് പോയി, തള്ളി പറഞ്ഞു. അതുപോലെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് വളരെ ജാഗരൂകത വേണം. പിന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് നോക്കാനേ പോകണ്ട. നമുക്ക് ഈ പരീക്ഷയുടെ ഘട്ടത്തിൽ കടന്ന് അത് പെട്ടുപോകാതെ അതിനെ മറികടന്ന് സൽഫലങ്ങൾ അറിയിച്ചുകൊണ്ട് പോകാനുള്ള മാർഗം മദ്രസ പറയുന്നതാണ്. ഇവരുടെ കുറ്റങ്ങൾ അല്പം ആത്മീയമായിട്ട് നമുക്ക് വളർന്നു കഴിയുമ്പം ആ കുറ്റങ്ങൾ വല്ലാതെ വിസ്മയം ജനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകും. അത് നോക്കിയിട്ട് ഒരു വിസ്മയം എടുക്കണ്ട. അങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും കാണും. അതിനകത്ത് നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ സമാന കുറ്റങ്ങൾ ഉണ്ടാകും. കണ്ണിൽ കമ്പായിരിക്കുന്നത്, പിന്നെ കരട് നോക്കാൻ നമ്മൾ പോകണ്ട. അപ്പം നമ്മുടെ തെറ്റുകളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് മറ്റുള്ള കുറവുകൾ മനസ്സിലാക്കിയാൽ മതി.
മറ്റുള്ളവരെല്ലാവരും നമ്മൾ പോകുന്നത് തന്നെ പോകണമെന്ന് നിർബന്ധവും വേണ്ട. അവർക്ക് വേറെ വഴി ദൈവം കൊടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അവരുടെ വഴി എല്ലാം തിരുത്തിയിട്ട് നമ്മുടെ വഴിക്ക് തന്നെ അവർ വരണമെന്നുള്ള നിർബന്ധം നാളുടെ പക്കം നമ്മൾ എടുക്കരുത്. സ്വന്തം കുറ്റങ്ങൾ ശ്രദ്ധിച്ചേ മറ്റുള്ള കുറ്റങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോകാതെ നമ്മൾ തെളിച്ച് പറയുകയാണ്. മൗനത്തിലും ശരണത്തിലും ആഴപ്പെടുക, നിലനിൽക്കുക, നിശബ്ദതയിൽ ധ്യാനിച്ച് അമ്മ ചെയ്തവർ ഹൃദയം സംഗ്രഹിച്ച് അങ്ങനെ മുന്നേറുക. ഭംഗിയല്ല ജീവിക്കുന്നു തോന്നുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക, അത്ര മതി. അങ്ങനെ നമ്മൾ മുന്നേറുന്നതായാൽ നല്ല ദൈവം തൻ്റെ കരുണയാലും കൃപയാലും നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും എന്ന് മദ്രസ്യ പറഞ്ഞു വെക്കുന്നു. ഇതാണ് നമ്മൾ മൂന്നാം സദനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് മദ്രസ്യ 2 അധ്യായങ്ങളിലൂടെ പങ്കുവച്ചത്. നമ്മളൊരു 23 സെഷനുകളായിട്ട് ഈ നാളുകളിൽ കണ്ടത്. നമുക്കതെല്ലാം സംഗ്രഹിച്ചെടുത്തുകൊണ്ട് അടുത്ത സദനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയപരസങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.